ജമാഅത്തെ ഇസ്ലാമിയെ ചാരി ഇസ്ലാമോഫോബിയ പടർത്തി വോട്ട് തേടാനുള്ള CPM തന്ത്രം പരാജയപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസിനെയും PV അൻവറിനെയും കൂട്ടി മുന്നണി വികസിപ്പിക്കണമെന്നാണ് ലീഗ് നിലപാട്. കോൺഗ്രസ് അച്ചടക്കമുള്ള പാർട്ടിയായി VD സതീഷിന്റെ നിലപാടുകൾ UDF-ന് ഗുണകരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മീഡിയ വൺ നേതാവ് നിലപാട് അഭിമുഖത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി വിജയിക്കാമെന്നായിരുന്നു CPM തന്ത്രം. സംസ്ഥാനത്തുടനീളം അത് പാളിയെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന കാർഡ് വെച്ച് ഈ തവണ പഞ്ചായത്ത് ഇലക്ഷൻ കടക്കാം എന്നാണ് അവർ കരുതിയത്. ഇവർ എത്ര വലിയ വർഗീയത പറഞ്ഞാലും ശരി, ഞങ്ങളെ ബാധിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ആന്റണി വന്ന് തിരുവങ്ങാടി മത്സരിച്ച പോലെ ഞാൻ പോയി കോട്ടയത്ത് നിന്ന് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കും തിരിച്ചടി കിട്ടി. അങ്ങനെയുള്ള വർഗീയത പറയുന്ന ആളുകളെ ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ സഹകരിച്ചവരെ ഒപ്പം നിർത്തും. സീറ്റ് വിട്ടുവീഴ്ച ചെയ്തും കേരള കോൺഗ്രസിനെയും PV അൻവറിനെയും UDF ഒപ്പം കൂട്ടണം. ഏതെങ്കിലും മതേതര പാർട്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെൽക്കം ചെയ്യണം, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊണ്ടുവരണം. അതിൽ കേരള കോൺഗ്രസ് പിന്നെ മാണി ഗ്രൂപ്പും പെടും. അൻവറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന്റെയും VD സതീഷിന്റെയും ഗ്രാഫ് ഉയർന്നു. കോൺഗ്രസ് താഴെ തട്ടിൽ വരെ ശക്തിപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി. സതീശൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതിലൊന്നും സംശയമില്ല. നോളജ് ലെവല്, അതേപോലെ തന്നെ നിലപാട്, അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം, ഇതൊക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധയുടെ നിലപാട് പരാജയപ്പെട്ടതും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന പിന്നെ ഒരു കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അതിന് വലിയ അംഗീകാരം കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. ചങ്ങരംകുളം പഞ്ചായത്ത് ഓഫീസിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മീഡിയ വൺ കോഴിക്കോട്.